ഹായ് കൂട്ടുകാരെ, ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കേവാണ്. ഇതിൻ്റെ പേര് ആർവ കേവ്സ് എന്നാണ്. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളുടെ ചിറാപുഞ്ചിയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. സോ ഈസിലി എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഈ ഒരു പ്രദേശം മുഴുവൻ കടലിനടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ അതിൻ്റെ തെളിവായിട്ട് മത്സ്യങ്ങളുടെയും കടൽ ജീവികളുടെയും ഒക്കെ ഫോസിൽസ് ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു കുടുംബക്കാരെ, നടക്കാൻ വയ്യാഞ്ഞിട്ടും എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് നടന്ന് ഞങ്ങൾ ഇതാ പോവുകയാണ്. ഞാൻ ചേർത്ത് കുഴപ്പമില്ല. അയ്യോ ഈ വീഡിയോകളിൽ പലപ്പോഴും എൻ്റെ കരച്ചിലുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ ഇഗ്നോർ ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. അയ്യോ എൻ്റെ അമ്മ, ഈ കാലം വെച്ച് ഞാൻ ഏത് നേരത്തെ അങ്ങ് എത്താനാണെന്ന് അറിഞ്ഞോടാ. എന്നാലും ഞങ്ങൾ പോവുകയാണ് അമ്മേ, പോവുകയാണ്. ഇതെന്തോ കേവ്സാണ് കേട്ടോ. ഓറാന്നോ ആർവാന്നോ അങ്ങനെ എന്തോ ആണ് പേര്, കുറച്ചുകൂടെ പേര് അറിഞ്ഞൂടാ. അപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോസിൽസോ അങ്ങനെ എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചേട്ടൻ അതാ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മളിവിടെ എല്ലായിടത്തും കയറുമ്പോഴും പാസ് എടുക്കണം കേട്ടോ. പാസ് നിർബന്ധമാണ്. പിന്നെ നമ്മൾ ടൂറിസ്റ്റുകൾ വരുമ്പോഴാണ് ഇവർക്കൊരു വരുമാനം ഉള്ളത്. നമ്മൾ മറ്റേ വില്ലേജിൽ പോയപ്പോൾ എന്താ മൗലിയാന്നോ അവിടെ പോയപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അവരുടെ ഈ ഓരോ ടിക്കറ്റ്സ് നമ്മളെടുക്കുന്ന പാസുകളും അവരുടെ തന്നെ വില്ലേജിൻ്റെ തലവനാണ് പോകുന്നത്. അങ്ങനെ അവർക്ക് വല്ല ഫിക്സഡ് ആയിട്ടുള്ള പൈസ കിട്ടുമായിരിക്കും, അങ്ങനെ ആയിരിക്കാം. പക്ഷേ അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ ഇടത്തും ടിക്കറ്റുകൾ പാസ് എടുത്താൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെയുള്ള കടകൾ അങ്ങനെയൊക്കെ, അതിൽ നിന്നാണ് ഇവിടുത്തെ ഈ വില്ലേജുകൾ താമസിക്കുന്നത്. അവരുടെ വരുമാന മാർഗം. പിന്നെ അറിയാലോ, എന്താ പറയുക, ഈ വില്ലേജുകളിലുള്ള ആളുകൾക്ക് ഈ വില്ലേജ് വിട്ടൊരു ജീവിതമില്ല. ഒരുപാട് റിമോട്ടാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നും വാവ് വാട്ട് എ ബ്യൂട്ടി എന്നൊക്കെ. പക്ഷേ കാണാനും എൻജോയ് ചെയ്യാനും ഇത് നല്ല സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ അവർക്ക് അതൊരു എന്താ പറയുക, അവർക്ക് വേറൊരു ലോകത്തിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അതാണ് സത്യം. ഈ വില്ലേജും ഈ സ്ഥലങ്ങളും അവരുടെ കുഞ്ഞുകുട്ടി കുടുംബങ്ങളും അതാണ് അവരുടെ ലോകം. ആക്ച്വലി ശ്രദ്ധിക്കുക. ട്രെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, റെഡ് പാത്തും പിന്നെ പ്രസൻറ്റ് പാത്തും. അങ്ങനെ നമ്മൾ പ്രസൻറ്റ് പാത്താണ്, നല്ല പാത്തുകളാണ് നമ്മൾ ചൂസ് ചെയ്തത്. മറ്റേ പാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രെക്കിങ് ഇഷ്ടമുള്ള ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞുള്ള പാത്തുകളിലെ കല്ലും മുള്ളും കാലിലും മെത്ത അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷെ നമ്മുടെ കാല് ഇപ്പോഴേ വയ്യാത്തതുകൊണ്ട് നമ്മൾ ആ വഴി പോകുന്നില്ല. നമ്മൾ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പാത്ത ചൂസ് ചെയ്ത്, കാരണം ഇന്നലത്തെ ട്രക്കിന് ശേഷം നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെ, ഈ കാല് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ വ്യൂ പോയിന്റിൽ വരുന്നത് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും പുതിയ സ്ഥലം, പുതിയ കാഴ്ചകൾ. आता इकडे बघा, ठीक आहे. कुठे पण बघा रॅन्डम. इकडे बघतो सगळ्यांची एकच बाजू झाली पाहिजे ना. आकाश थोडं इकडे आहे मग. हा त्याच्याकडे. अभी रैंडम पोस्ट पाहिजे. ऐसे कर ताली दिली इकडे बघूनच कर, इकडे रैंडम. ठीक आहे, तू तिकडे बघ, मी इकडे बघते, दोघं तिकडे बघतो, मी असं करतो. नाही അയാൾ തളർന്നു കഴിഞ്ഞത്.
അയാൾ തളർന്നത് ഇവിടെ ഇരിക്കുക. രാമോ പോടാ. ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, ഇവരിതിനെ വളരെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല ടൂറിസ്റ്റ് പ്ലേസസിനെ വെച്ച് നോക്കുമ്പോൾ വെരി വെൽ മെയിൻറ്റെയിൻഡ് ആണ് അതൊക്കെ. എൻ്റെ പൊന്നു കുടുംബക്കാരെ, ഞങ്ങൾ കുറേ നേരമായിട്ട് കേവ് കാണാൻ വേണ്ടിയിട്ട് നടക്കാൻ. ഒരു കേവിനെ പോലും കേവ് പോയിട്ടൊരു കാ പോലും കാണുന്നില്ല. എൻ്റെ അമ്മേ, അയ്യോ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇഗ്നോർ മൈ സൗണ്ട്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന എൻ്റെ കരച്ചിലുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇതെന്താണ് സംഭവം? എന്താണ് കേവ് കാണുന്നത്? ആൾക്കാർ ഇപ്പോഴും മറ്റേ മണ്ടയ്ക്കൂടെയുള്ള ട്രെയിൽ പാത്തിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും വയ്യാതെ ഈ പെണ്ണ് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെയാണ്. പക്ഷേ വീട്ടിലിരുന്ന് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അയ്യോ, ഞാൻ ചേട്ടൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു. ചേട്ടൻ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇഴഞ്ഞാണെങ്കിലും നമ്മൾ പോയി കാണുമോ. അതേ കൂട്ടുകാരെ, അതേ കുടുംബക്കാരെ, ഇഴഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പോയി കാണും. എന്നാലും കേവ് മാത്രം കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി എത്ര ദൂരം നടക്കണമെന്ന് അറിയില്ല. ഇത്രയും ദൂരം തിരിച്ച് നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. ഇതാ ഇവിടെ ഒരു സീനറി ഉണ്ട്, കാണിച്ചതാ. ഈ കേവ്സൊക്കെയും ക്ലോസ്ഡ് ആണ് കണ്ടോ. വേണ്ടേ, എന്ത് ഇതൊക്കെ കേവ്സ് ആണ്. ആറ്റൊക്കെ കയറാൻ ക്ലോസ് ചെയ്ത് വയ്ക്കുക. സോ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ പല കേവ്സിനെ അതുകൊണ്ട് 80% എക്സ്പ്ലോർ അല്ല, അതുകൊണ്ട് 40% സംതിങ് ആണ് എക്സ്പ്ലോർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കേവ് എത്തിയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കഴിച്ച് നമ്മൾ കേവിലേക്ക് കയറി. ഇതുപോലത്തെ കുറേ കേവ്സ് നമുക്ക് കാണാനുണ്ട്. സൂക്ഷിച്ച് കിടക്കുന്നുണ്ട്. ഇതിനകത്തൊരു വാട്ടർഫോളുണ്ട്. ഇതിനകത്ത് രണ്ട് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ചേർക്കും സൂക്ഷിക്കുക. സൂപ്പർ ഇരുട്ടാണ് ഗൈസ്. നമുക്കത് ഇരുട്ടുന്നുണ്ട്. ഈ അവിടേക്ക് വാട്ടർഫോൾ ചെയ്ത് കണ്ടോ. ഇപ്പം ഫ്ലാഷ് ഓൺ ചെയ്യുക. ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആലോചിച്ചത്. ഇന്നത്തെ കാലത്ത് ലൈറ്റ് ഉണ്ട്. പണ്ട് കാലത്ത് ആളുകൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു രൂപമില്ല. തേണ്ടേ ഇവിടെ എവിടെയൊക്കെയോ ഫോൾസിൽസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഇവിടെ ഗൈഡ് ഉണ്ടാകുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഗൈഡിന് എടുക്കണമായിരുന്നു. സൂക്ഷിക്കലടിക്കുക. സൂപ്പർ ബാറുകളുണ്ട് ഗൈസ്. എന്ത് പറയാൻ ചെയ്യുന്നത്? നമ്മൾ വയനാട്ടിലത് കേവ് പോയില്ലായോ, ഇടയ്ക്കൽ കേവ്സ്. പക്ഷേ ഇതിൻ്റെ പിന്നെ ഒന്നും നല്ല കേവ് ഗൈസ്. ഓൾസം നിങ്ങൾ നോക്കിയേ. ഞാൻ പറഞ്ഞത് പശയാൻ പാടില്ല. ഫോസിൽസാണ്, പലതിനും ഫോസിൽസ് ഉണ്ട്. ആ പഴയ അസ്ഥികൂടങ്ങൾ ഇവിടെ ആണ്. വെള്ളച്ചാട്ടം, വെള്ളം ഒഴുകുക. നോ എൻട്രി. ഇവിടുന്ന് വേറെ കേവ് ഉണ്ട്. കണ്ടോ, നോ എൻട്രി ബിയോണ്ട് ദിസ് പോയിന്റ്. ഒരു രക്ഷയില്ല. സ്പേസ്ലെസ്. എനിക്ക് തല ഒഴിഞ്ഞ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ പറ്റുന്നുണ്ട്. ഞാൻ സൂക്ഷിച്ചേ.
എനിക്ക് എന്നോട് തന്നെ ഷെയിം തോന്നുന്നു. കാരണം ഞാൻ നല്ലൊരു ക്യാമറാമാൻ അല്ല. എനിക്കൊരിക്കലും നല്ലൊരു വിഷ്വൽസ് നിങ്ങൾക്ക് എത്തിച്ച് കാണിച്ചു തരാൻ പറ്റുന്നുമില്ല. എന്നോട് ക്ഷമിക്കുക. ഓറ കേസ് ഇത് മസ്റ്റ് വിസിറ്റാണ്. ചിറാപുഞ്ചിന്ന് വളരെ അടുത്താണ് കേട്ടോ. ടൗൺ എത്ര ദൂരം എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര പക്ഷേ ഇതിന് ഗൈഡ് എടുക്കുന്ന മാൻ. പക്ഷേ ഗൈഡിനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടില്ല. ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നെ. ഇവിടെ ഫോസിൽസ് എവിടെയൊക്കെ ഉള്ളതെന്ന് നമുക്കറിയില്ല. നമ്മളങ്ങനെ ഗുഹയിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടെ പുറത്തിരിക്കുകയാണ്. ഇടയ്ക്കൊരു സ്ഥലം എത്തിയപ്പോഴത്തേക്കിന് പെട്ടെന്ന് കറണ്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ, മൊത്തം ഇരുട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മൊബൈലിൽ ടോർച്ചൊക്കെ അടിച്ചിട്ട് മുന്നോട്ട് നടന്നു. പിന്നെ കറണ്ട് വന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ എക്സ്പീരിയൻസ്? ചേട്ടൻ ഇത് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമോ? ഓഫ്കോഴ്സ് നമ്മളിത് സജസ്റ്റ് ചെയ്യും. നല്ല സ്ഥലമായിരുന്നു. പക്ഷേ നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഫോസിൽസ് എവിടെയാണ് എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളതിന് അതൊന്നും പറ്റിയില്ല. സോ നമ്മുടെ ഈ ഓറ ക്യാവ് അല്ലെങ്കിൽ ഓറ ക്യാവ് കേസ് എക്സ്പ്ലോർ ചെയ്യേണ്ട മിനിമം ഒരു 1 hour നമ്മൾ കൺസിഡർ ചെയ്യാം. മിനിമം 1 hour പിടിക്കും. ഗൈഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പിടിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഗൈഡ് ഉള്ളതാണ് നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഗൈഡില്ലാണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല ആ ഫോസിൽസ് എവിടെയാണ്. ഞങ്ങൾക്ക് ഫോസിൽ ഞങ്ങൾ ജസ്റ്റ് എന്താ ചെയ്തേ, ആ കേവിനകത്തൂടി നടന്ന് തിരിച്ചു വന്നു. കാരണം ആ കണ്ട കാഴ്ചകൾ കണ്ടു വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇൻട്രസ്റ്റഡാണ് വരുന്നതിൽ കഴിയുന്നതും ഗൈഡിനെ എടുക്കുക. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. കാരണം ശിവാപുഞ്ചിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഓറാക്കി അതൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വെള്ളവും ബാക്കിയുള്ള കേവ്സിനകത്ത് അവൈലബിൾ അല്ല, പുറത്തും അവൈലബിൾ ആണ്. വെൽ കണക്റ്റഡ് ആണ്. കണക്ടിവിറ്റി ഇഷ്യൂസ് ഇല്ല. പാസ് വൃത്തിയുള്ള ഭാഷ നമ്മൾ ഇന്ന് പോയ എല്ലായിടത്തും. പിന്നെ എന്താ പറയുക, എൻട്രി ഫീസ് ഒരാൾക്ക് 100 rupees ആണ്. പക്ഷേ 100 rupees ആണ് പോകത്ത്. കാരണം അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. സോ അതിൻ്റെ അതുപോലെ നിങ്ങൾ മേഘാലയ ഈ ചിറാപുഞ്ചി സൈഡ് വരുമ്പോൾ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ വെള്ളച്ചാട്ടങ്ങൾ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലടാ. പക്ഷേ 1 hour കൺസിഡർ ചെയ്യുക നിങ്ങൾ